സ്ത്രീ പീഡന ആരോപണ കേസിൽ ആകെ നാറി നിൽക്കുകയാണ് കോൺഗ്രസിന്റെ യുവ നേതാവും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിലധികം പരാതികൾ ഉയർന്നു വന്നു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള സ്ത്രീ പീഡന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. നാടൊട്ടുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം ഇടതുപക്ഷത്തിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടപ്പാക്കുന്നു. പാലക്കാട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മണ്ഡലത്തിൽ രാഹുലിനെ കാല് തൊടിയിപ്പിക്കില്ല എന്ന് പ്രതിപക്ഷ സംഘടനകൾ ഒന്നടങ്കം പറയുകയും ചെയ്യുന്നു. അങ്ങനെ നിയമസഭയിലടക്കം രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ പിടിച്ചുകൊണ്ട് സൈബർ ആക്രമണവും അതുപോലെ തന്നെ പാർട്ടിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുകയും ചെയ്യുന്ന CPM-ന് ഒരു വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇന്ന് എറണാകുളത്ത് നിന്നിറങ്ങിയ ഒരു പത്രം, മെട്രോ വാർത്ത എന്ന പത്രം, ആ പത്രത്തിൽ ഒരു ചെറിയ വാർത്തയുണ്ട്. എറണാകുളത്തെ ഒരു CPM വനിതാ നേതാവിൻ്റെ വീട്ടിലെത്തിയ എറണാകുളത്തെ ഒരു ഇടതുപക്ഷത്തിൻ്റെ MLA. ആ MLA എത്തുമ്പോൾ വനിതാ നേതാവിൻ്റെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. വനിതാ നേതാവിൻ്റെ ഭർത്താവ് ഒരു പാർട്ടി മീറ്റിങ്ങിനുമായി ബന്ധപ്പെട്ട് പുറത്തുപോയി, വൈകുന്നേരം മാത്രമേ തിരികെ എത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പാർട്ടിയുടെ MLA വനിതാ നേതാവിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ അപ്രതീക്ഷിതമായി പാർട്ടി പരിപാടി വെട്ടിച്ചുരുക്കി വനിതാ നേതാവിൻ്റെ ഭർത്താവ് ഉച്ചയോടുകൂടി വീട്ടിലെത്തുന്നു. വീട് അകത്തു നിന്ന് പൂട്ടിയിരിക്കുന്നു. സ്പെയർ കീ ഉപയോഗിച്ചുകൊണ്ട് തുറക്കാൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല. പിന്നീട് ഫോൺ ചെയ്യുന്നു. വനിതാ നേതാവിൻ്റെ ഫോൺ വീടിനുള്ളിൽ റിങ് ചെയ്യുന്നുണ്ട്, എന്നാൽ എടുക്കുന്നില്ല. ഒടുവിൽ എന്തോ അപകടം സംഭവിച്ചോ എന്നുള്ള സംശയത്തിൽ ഇദ്ദേഹം പൂട്ട് ഇടിച്ച് തുറന്നകത്ത് കയറുമ്പോൾ കാണുന്നത് ഈ MLA ആണ്. അപ്പോൾ കാര്യങ്ങളുടെ ഒരു പന്തികേട് മനസ്സിലാക്കിയ ഈ വനിതാ നേതാവിൻ്റെ ഭർത്താവ് MLA കൈകാര്യം ചെയ്യുന്നു. പിന്നീട് നാട്ടുകാർ ഇതിന് ദൃക്സാക്ഷിയാകുന്നു. ഒടുവിൽ ഈ വിഷയം പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ വരെ എത്തപ്പെടുന്നു. എന്നാൽ ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി പ്രയോഗിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷത്തിലെ നേതാക്കന്മാരെ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രധാന നേതാവ് ഇടപെട്ടുകൊണ്ട് അനുനയിപ്പിച്ച് ഈ വിഷയം രാഷ്ട്രീയപരമായി ഉപയോഗിക്കരുത് എന്ന് പറയുന്നു. ഇത്രയുമാണ് എറണാകുളത്ത് നിന്നുള്ള മെട്രോ വാർത്താ പത്രത്തിലെ ഈ വാർത്ത. ഇത് പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയ വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ നേതാവ് ആരാണ്, ഈ വനിതാ നേതാവ് ആരാണ്, MLA ആരാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഏറെക്കുറെ പലരും പല പേരുകളും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. നമ്മളത് പറയുന്നില്ല, കാരണം നിയമപരമായി അത് തെറ്റായത് കൊണ്ട് തന്നെ ആരെയും വ്യക്തിഹത്യ നടത്താനോ ആരുടെയും പേരെടുത്ത് പരാമർശിച്ച് അവരെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനോ നമ്മൾ തയ്യാറാകുന്നില്ല. എന്നാൽ ഈ വിഷയം ഇവിടെ ഉന്നയിക്കാൻ കാരണം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും അതിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിലെ കോൺഗ്രസിനെയും കേരളത്തിലെ UDF-നെയും കടന്നാക്രമിച്ച CPM-ന് ഇനി എങ്ങനെ ഈ വിഷയത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയും? കാര്യം സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുന്നൊരവസ്ഥയിലേക്ക് CPM എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം പാളയത്തിലെ ചീഞ്ഞു നാറുന്ന കഥകൾ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം വീട്ടിനുള്ളിലെ ഈ കുത്തിത്തിരിപ്പും ഈ പുഴുത്തുനാറലും അവസാനിപ്പിക്കാൻ കഴിയാത്ത പാർട്ടി എങ്ങനെയാണ് മറ്റുള്ള ഒരിടത്തെ ഈ ചീയലിനെ കുറിച്ച് പറയുന്നത്? സ്വന്തം കാലിലെ 4 വിരൽ പോയാലും കുഴപ്പമില്ല, മറ്റവന്റെ കാലിലെ 1 വിരളെങ്കിലും പോകണമെന്നുള്ള ആ മനോഭാവം, അത് CPM-ന് ഇനി എത്ര കാലം കൊണ്ടുപോകാൻ കഴിയും? ഇടതുപക്ഷത്തിന് എത്ര കാലം കൊണ്ടുപോകാൻ കഴിയും? ഈ ഉയരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പുറത്തു വരുന്ന കഥകളൊക്കെ യാഥാർത്ഥ്യമോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലാത്തതോ ആകട്ടെ, ഇപ്പോൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ ചില പ്രതികരണങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രതികരണങ്ങളിലൂടെ ആരാണ് ആള് എന്നൊക്കെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാകും. അവർ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും. പക്ഷേ ഈ വിഷയത്തിൽ വ്യക്തിപരമായ ഒരു അധിക്ഷേപത്തിനല്ല നമ്മൾ ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ CPM-ന് എന്ത് ധാർമ്മികതയാണ് പറയാനുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടാൻ CPM-നും DYFI-ക്കും SFI പോലെയുള്ള സംഘടനകൾക്കും എന്ത് ധാർമ്മികതയുണ്ട്? എത്രമാത്രം പീഡനങ്ങളാണ് ഈ പാർട്ടിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്? ആ വാർത്തകളൊക്കെ തന്നെ
പാർട്ടി കോടതി പരിശോധിച്ച് അല്ലെങ്കിൽ പാർട്ടി നിയമിക്കുന്ന അന്വേഷണ കമ്മീഷനുകൾ പരിശോധിച്ച് അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒത്തുതീർത്ത് വിടുമെന്നാണല്ലോ സാധാരണ CPM സ്വീകരിക്കുന്ന നയം. അപ്പോൾ CPM എന്ന പാർട്ടിക്ക് ഒരു നയവും ഒരു നിയമവും, മറ്റുള്ളവർക്ക് ഇന്ത്യ മഹാരാജ്യത്തുള്ള നിയമം. ആ ഇന്ത്യ മഹാരാജ്യത്തുള്ള നിയമം ഒരിക്കലും CPM എന്ന പാർട്ടിക്ക് ബാധകമേ അല്ല. അതിനകത്ത് നടക്കുന്ന പീഡനങ്ങളൊന്നും തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്താറില്ല, അതിലൊന്നും തന്നെ ക്രിമിനൽ കേസുകൾ എടുക്കാറില്ല, ആ ആളുകളെയൊന്നും ആരും വഴിയിൽ തടയാറില്ല. ആ ആളുകളൊക്കെ കുറച്ചൊരു കാലത്തെ വനവാസത്തിന് ശേഷം വീണ്ടും ഉന്നതമായ പദവികളിലേക്ക് എത്തിച്ചേരും. എത്രയോ ഉദാഹരണങ്ങൾ, എത്രയോ നേതാക്കന്മാർ കേരളത്തിലെ ഉന്നത പദവികളിലിരിക്കുന്ന നേതാക്കന്മാർ പാർട്ടിക്കുള്ളിൽ എത്രയോ വലിയ ആരോപണങ്ങൾ കേട്ടവരാണ്, നേരിട്ടവരാണ്. അപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരോപണങ്ങളുടെ പേരിൽ ഇതുവരെയും ഒരാളും നേരിട്ട് പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഗർഭചിത്രമടക്കം നടത്താൻ നിർബന്ധിച്ചു എന്നുള്ള വിഷയങ്ങളിൽ അന്വേഷണ സംഘം ആരോപണം ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അന്വേഷണം രഹസ്യമായി അങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഒരു നേരിട്ടുള്ള പരാതി പോലും ഉണ്ടാകാതിരുന്നിട്ടും ചില ഊഹാപോഹങ്ങൾ, ചില വാർത്തകൾ ചിലയിടങ്ങളിൽ നിന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ നടപടി കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ചു. എന്നിട്ടും സൈബർ ഇടങ്ങളിലൂടെ, പാർട്ടി വേദികളിലൂടെ ആ ഒരു ചെറുപ്പക്കാരനെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന CPM എന്ന പാർട്ടിക്ക് ഈ വാർത്ത പുറത്തു വരുമ്പോൾ പിന്നെ എന്ത് ധാർമ്മികതയാണ് ഉള്ളത് എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇവിടെ എറണാകുളത്താണ് ഈ സംഭവം നടക്കുന്നത് എന്ന് ഈ പത്രവാർത്തയിൽ തന്നെ പറയുന്നുണ്ട്. എറണാകുളത്തെ പാർട്ടി ഇക്കാര്യത്തിൽ ചില നടപടികൾ ആലോചിക്കുന്നു എന്നുള്ള വാർത്തകളും ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. എന്തായാലും ശരി തന്നെ, ഈ വിഷയത്തിൽ പാർട്ടിക്ക് വലിയ മറുപടി നൽകേണ്ടി വരും. കാരണം ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ ചിലപ്പോൾ CPMന് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കും, എന്ത് ധാർമ്മിക അവകാശമാണ് നിങ്ങൾക്കുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിനെ തെരുവിൽ വേട്ടയാടാൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? കാരണം നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുടുംബത്തിലെ പുഴുക്കുത്തുകൾ തീർത്തിട്ട് വരൂ എന്ന് സാധാരണ ജനം മുഖത്ത് നോക്കി ചോദിച്ചാൽ കേരളത്തിലെ CPMന് ചിലപ്പോൾ മറുപടി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല.